ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എക്സാമിനർ. അപ്പോൾ ആഫ്റ്റർ +2 പ്രത്യേകിച്ച് നമ്മുടെ കൊമേഴ്സ് സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന രണ്ട് കോഴ്സുകളാണ്, ഒന്ന് CA മറ്റൊന്ന് CMA. പക്ഷെ ഇതിനൊപ്പം അല്ലെങ്കിൽ നമ്മൾ ഇതേ ലെവലിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കോഴ്സാണ് CS എന്ന് പറയുന്നത്. CS നെ കുറിച്ച് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വലിയ രീതിയിൽ അറിവില്ല എന്നതാണ് സത്യം. ഇന്ന് നമുക്ക് നോക്കാം CS നെ കുറിച്ച്. പാർലമെന്ററി ആക്ട് പ്രകാരം നിലവിൽ വന്നിട്ടുള്ള ICSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് CS അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി എന്ന പ്രൊഫഷൻ റെഗുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ രാജ്യത്ത് ഒരുപാട് കമ്പനികളുണ്ട് അല്ലെ. ഈ ഓരോ കമ്പനിയിലും കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കമ്പനി സെക്രട്ടറി എങ്കിലും ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ അത്രത്തോളം സാധ്യതകളാണ് കമ്പനി സെക്രട്ടറി എന്ന പ്രൊഫഷന് നമ്മുടെ മുന്നിലുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് CS റോളിനെ കുറിച്ചാണ്. ഒരു കമ്പനിയിൽ ഒരു CS അത്യാവശ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനിയുടെ ലീഗൽ ആസ്പെക്ട്സ്, നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത് CS ആണ്. അതേപോലെ റെക്കോർഡ് കീപ്പിംഗ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അഡ്വൈസ് നൽകുക തുടങ്ങിയ ഒരുപാട് കർത്തവ്യങ്ങളാണ് CS അണ്ടറിൽ വരുന്നത്. ദെൻ അതല്ലാതെ ഒരു രാജ്യത്തെ ഒരു കമ്പനി ഫോളോ ചെയ്തു പോരേണ്ട ഇന്ത്യൻ നിയമങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റീസ് നൽകുന്ന നിയമങ്ങളും എല്ലാം പാലിക്കുന്നുണ്ടോ, ഒരു കമ്പനി പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി വാല്യൂ ചെയ്യേണ്ടത് ഒരു CS ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം CS ഒരു ജോബ് പ്രൊഫൈൽ എന്നുള്ളത് ജസ്റ്റ് ഒരു പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് കമ്പനി എന്നിവയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഒരു ബാങ്കിങ് സെക്ടർ ആയാലും അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഫേംസിലായാലും എല്ലാം CS ഈ ഒരു പ്രൊഫഷൻ വ്യാപകമായിട്ട് പടർന്നിരിക്കുകയാണ്. സോ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് തന്നെ ഒരു ഹൈ സാലറിയുള്ള ഒരു അടിപൊളി കരിയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ CS കൊണ്ട് സാധിക്കും എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നോക്കേണ്ടത് ആർക്കെല്ലാം അല്ലെങ്കിൽ എങ്ങനെയെല്ലാം നമുക്കൊരു CS ആവാം എന്നുള്ളതാണ്. അതിന് ആദ്യത്തെ ക്രൈറ്റീരിയ ആർക്കെല്ലാം CS പ്രൊഫഷനിലേക്ക് കടന്നു ചെല്ലാം എന്നുള്ളതാണ്. സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഏത് സ്ട്രീമിൽപ്പെട്ടവരൊക്കെ ആയാലും CS നമുക്ക് ചെയ്യാവുന്നതാണ്. +2 പാസ്സാവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. 3 സ്റ്റെപ്സിലൂടെയാണ് CS മുന്നോട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തത് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് ആണ്. സെക്കൻഡ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ആണ്. ദെൻ ലാസ്റ്റ് ഫൈനൽ പ്രോഗ്രാം അല്ലെങ്കിൽ പ്രൊഫഷണൽ പ്രോഗ്രാം ആണ്. അതിൽ ആദ്യത്തെ എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൽ 4 പേപ്പേഴ്സ് ആണ് നമുക്ക് ക്ലിയർ ചെയ്യാനുള്ളത്. 170 മാർക്കിന് നടക്കുന്ന ഈ 4 പേപ്പറിന്റെയും എക്സാമും ദെൻ അതിന്റെ കൂടെ 30 മാർക്കിന് വരുന്ന ഒരു വൈവേ ടെസ്റ്റും ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. 4 പേപ്പറുകളുടെയും ഒരു കമ്പ്യൂട്ടർ ടെസ്റ്റും ദെൻ അതിനുശേഷം ഒരു വീഡിയോ ക്ലിപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ത്രൂ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രസന്റേഷൻ സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്ന വൈവേയും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ശേഷം വരുന്ന എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ മുൻപ് നമ്മൾ CA കേസ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ 2 മൊഡ്യൂളുകളിലായി 8 പേപ്പറുകളാണ് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതുള്ളത്. ഈ പേപ്പറുകളുടെ പാസിംഗ് ക്രൈറ്റീരിയയും CAയിൽ പറഞ്ഞ സെയിം തന്നെയാണ്. ഒരു പേപ്പർ പാസ്സാവാൻ നമുക്ക് വേണ്ടത് 100 മാർക്കിൽ ഒരു പേപ്പറിന്റെ എക്സാം നടക്കുമ്പോൾ അതിന്റെ 40% അതായത് 40 മാർക്കാണ്. പക്ഷെ ആഗ്രിഗേറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ 8 പേപ്പറിനും കൂടി ഓരോ മൊഡ്യൂളിൽ 400 മാർക്കിൽ 200 മാർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് ഒരു പേപ്പറിൽ 40 മാർക്ക് കിട്ടിയാലാണ് നമ്മൾ ആ പേപ്പർ പാസ്സാവുക എന്നാണ്. പക്ഷേ ഈ ഒരു എക്സിക്യൂട്ടീവ് പ്രോഗ്രാം എലിജിബിൾ ആയോ എന്ന് നോക്കുന്നത് ഓരോ മൊഡ്യൂളിന്റെയും അഗ്രിഗേറ്റ് അതായത് 400ൽ അതിന്റെ 50% 4 പേപ്പറിന് കൂടെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ്. ദെൻ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് ആണ് പ്രൊഫഷണൽ പ്രോഗ്രാം. ഇവിടെ 3 മൊഡ്യൂളുകളിലായിട്ട് 3 പേപ്പറുകൾ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഈ പേപ്പറിന്റെ പാസിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു പേപ്പറിന് 100 മാർക്കിൽ 40 മാർക്കാണ് പാസ്സാവാൻ നമുക്ക് ആവശ്യം. പക്ഷേ ഈ ഒരു പ്രൊഫഷണൽ പ്രോഗ്രാം എലിജിബിൾ ആണോ എന്ന് നോക്കുന്നത് അതിന്റെ അഗ്രിഗേറ്റ് മാർക്ക് വെച്ചുകൊണ്ടാണ്. അതായത് 3 പേപ്പർ ആകുമ്പോൾ ഓരോ മൊഡ്യൂളിലും 3 പേപ്പർ ആകുമ്പോൾ 300 മാർക്കിൽ അതിന്റെ 50% അതായത് 150 മാർക്ക് നമുക്ക് 3 പേപ്പറിലൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ആ ഓരോ മൊഡ്യൂളും നമ്മൾ വീണ്ടും എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് CS എന്ന കോഴ്സിനെ കുറിച്ച് ബേസിക് ആയിട്ട് മക്കൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്നും അയ്യോ ഇതെനിക്ക് പറ്റുന്നതല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന മക്കൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നല്ലൊരു കരിയർ അല്ലെങ്കിൽ ഒരു ഹൈ സാലറി പ്രൊഫഷൻ നമ്മൾ നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാത്തിലും ഉണ്ടാവുന്നതാണ്. അപ്പം കൃത്യമായ ഒരു പ്ലാനോട് കൂടി അല്ലെങ്കിൽ നല്ലൊരു ഡിറ്റർമിനേഷനോട് കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ് CS എന്ന് പറയുന്നത്.
നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.